ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വലിയ കടബാധ്യതകൾ വരെ ഭദ്രകാളിയമ്മ വളരെ പെട്ടെന്ന് മാറ്റിത്തരും അങ്ങനെയുള്ള ഒരു വിദ്യയെക്കുറിച്ചാണ്. ഇത് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതാണ്. എന്തുവാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം ഞാൻ പറയുന്നുണ്ട്. വലിയ കടബാധ്യതകൾ വരെ ഭദ്രകാളിയമ്മ വളരെ പെട്ടെന്ന് മാറ്റിത്തരും എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്തു നോക്കുക. ചെയ്തവർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്തവർക്കൊക്കെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യമാണ്. വലിയ അനുഗ്രഹം ഭദ്രകാളിയമ്മയുടെ ഉണ്ടാകും. അമ്മയ്ക്ക് മാറ്റാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല. ഇത് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത്. ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. ഞാൻ ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. അത് സമയമെടുത്താണ് നോക്കുന്നത്. എല്ലാവരുടെയും റിപ്ലൈ തരാനോ എല്ലാവരുടെയും നോക്കാനോ സാധിക്കത്തില്ല. പറ്റുന്ന അത്രയും റിപ്ലൈ തരും. നിങ്ങൾക്ക് എങ്ങനെ ഞാൻ ചെയ്യുന്നതെന്ന് പറയും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കാം. പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, കാരണം വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരാറില്ല. അതുപോലെ വർക്കുകൾ കിടപ്പുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, കാരണം എപ്പോഴും വർക്കുകളിലായിരിക്കും ഞാൻ, അതുകൊണ്ടാണ്. അപ്പോൾ ഓരോ വീഡിയോയിലും ഇത് പറയുന്നത് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും, അവർക്ക് കൂടി വേണ്ടിയാണ്. അപ്പം സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. വലിയ കടബാധ്യതകൾ ഭദ്രകാളിയമ്മ മാറ്റിത്തരും. ഈ പറയുന്ന കാര്യം ശരിയായിട്ട് ചെയ്താൽ, അതായത് അത് നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല. ഭദ്രകാളിയമ്മയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ അമ്മയുടെ ദാസനാണ് അല്ലെ ദാസിയാണ് എന്നുള്ള ചിന്തയിൽ പൂർണ്ണ ഭക്തിയോടെ ചെയ്തവരെല്ലാം ഭദ്രകാളിയമ്മ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 11 വെള്ളിയാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ഒരു 6-നും 6:15 ഇടയ്ക്ക് പോയി കുളി കഴിഞ്ഞാൽ തന്നെ ക്ഷേത്രത്തിൽ ചെന്ന് കൈയും കാലും മുഖവും ഒന്ന് പൈപ്പിൽ നനച്ചിട്ട് വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ. ജലാംശത്തോടുകൂടി ചെയ്യുന്ന പ്രാർത്ഥനകളാണ് ഫലം കാണുന്നത്. കുങ്കുമാർച്ചന മാത്രം 11 വെള്ളിയാഴ്ച ഓരോ വെള്ളിയാഴ്ചയും, അതായത് 11 ആഴ്ച ഓരോ വെള്ളിയാഴ്ചയും രാവിലെ ഒരു 6-നും 6:15 ഇടയ്ക്ക് ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെന്ന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വേണം പോയി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും ഒന്ന് പൈപ്പിൽ നനയ്ക്കുക. എന്നിട്ട് കുങ്കുമാർച്ചനയുടെ രസീത് എടുത്ത് കൈ വെച്ച് നടക്കി നേരെ നിന്ന്, അമ്മേ, ഞാൻ അമ്മയുടെ പുരുഷന്മാരാണെങ്കിൽ ദാസനാന്ന് പറയുക, സ്ത്രീകളാണെങ്കിൽ ദാസിയാണെന്ന് പറയുക. അമ്മേ, ഭദ്രകാളിയമ്മേ, അവിടുത്തെ ദാസനാണ് ഞാൻ, അല്ലെ അവിടുത്തെ ദാസിയാണ് ഞാൻ. എനിക്കൊരു ജീവിതമാർഗം നൽകണേ. എൻ്റെ സാമ്പത്തികമായ ഈ കടബാധ്യതകളെല്ലാം അമ്മ മാറ്റിത്തരണേ. എനിക്കൊരു മാർഗം നൽകണേ. എനിക്ക് സമ്പത്ത് നൽകണേ. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതെല്ലാം വളരെ പെട്ടെന്ന് ലഭിക്കുമെന്ന് എനിക്ക് അറിയാം. കാരണം അമ്മയെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മ സർവശക്തി സ്വരൂപിണിയാണെന്ന് എനിക്കറിയാം. അമ്മയുടെ ദാസനായ അല്ലെ ദാസിയായ എന്നിലും വളരെ പെട്ടെന്ന് അമ്മയുടെ അപാരമായ അനുഗ്രഹം, അമ്മയുടെ ആ ശക്തി കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്തും ഐശ്വര്യവും നൽകുമാറാകണേ എന്ന് ഞാൻ ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും വിശ്വാസത്തോടെ, ഏറ്റവും എളിമയോടെ ഞാൻ അമ്മയുടെ ഈ ദാസൻ അല്ലെ ദാസി അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മ, എനിക്ക് മറ്റു മാർഗങ്ങളില്ല. എന്നെ കൈവിടരുത്. എന്നെ രക്ഷിച്ചേ പറ്റൂ. എനിക്ക് വേറെ ആശ്രയമില്ല. ആ പാദങ്ങളിൽ ഞാൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എൻ്റെ കർമ്മം കൊണ്ടും എല്ലാം പാദങ്ങളിൽ ഞാൻ വണങ്ങുന്നു. പ്രണാമം ഭദ്രകാളിയമ്മേ, എന്നെ കൈവിടരുത്. എനിക്ക് സാമ്പത്തികമായ ഒരു ഉയർച്ച നൽകണേ എന്ന് ഉള്ളിൽ നിന്ന് അങ്ങ് കുങ്കുമാർച്ചൻ്റെ രസീത് പിടിച്ച് പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി അമ്മയ്ക്ക് ഞാൻ ഈ കുങ്കുമാർച്ചന സമർപ്പിക്കുന്നു. എനിക്കറിയാം അമ്മയ്ക്ക് ഒരു കാര്യം സമർപ്പിച്ചാൽ അമ്മ കൈവിടുകയില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അമ്മയ്ക്ക് ഞാൻ ഈ കുങ്കുമാർച്ചന, എനിക്ക് സാമ്പത്തികം, വളരെ വലിയ രീതിയിൽ സാമ്പത്തികം നൽകണേ എന്ന് നന്നായിട്ട് പറഞ്ഞ് കുങ്കുമാർച്ചനയുടെ രസീത് അടക്കി വെക്കുക. പിന്നെ ആ കാര്യം നമ്മൾ മറന്നേക്കണം. നമ്മൾ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. നമ്മൾ ആ കുങ്കുമാർച്ചന പ്രസാദമായിട്ട് വാങ്ങി തൊടുക ഒക്കെ ചെയ്യുക. പക്ഷെ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, വെച്ചോ മറന്നു. അതാണ് അതിനകത്തെ രഹസ്യം. ഇത് 11 വെള്ളിയാഴ്ച അടുപ്പിച്ച് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു 6-നും 6:15 ഇടയ്ക്ക് ഇങ്ങനെ ജലാംശത്തോടുകൂടി കൈയും കാലും പൈപ്പിലൊന്ന് നനച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. പ്രാർത്ഥിച്ച് വെച്ച് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇത് ചെയ്താൽ, അമ്മയെ പൂർണ്ണമായി വിശ്വസിച്ചാൽ അവരെയൊക്കെ അമ്മ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തികമായിട്ട്.
നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അമ്മ വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് അതിന് പരിഹാരം കാണാൻ പറ്റും. നിങ്ങൾക്കൊരു ജീവിതമാർഗം കാണിച്ചു തരാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കൊണ്ടുവരാൻ അമ്മയ്ക്ക് പറ്റും. അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതം മാറും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടോ ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ ശരിയായിട്ട് ചെയ്യാമെങ്കിൽ മാത്രം ചെയ്യുക. അങ്ങനെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ചെയ്താൽ നിങ്ങളും രക്ഷപ്പെടും. അല്ലാതെ നിങ്ങൾ അമ്മയെ പൂർണ്ണ വിശ്വാസത്തിലല്ല, നിങ്ങളെ വഴിപാട് ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സ് വേറെ പലയിടത്തും ആണെങ്കിൽ ഒരു ബലം കിട്ടത്തില്ല. സമയം പോകുന്നുള്ളൂ, സമയം വെറുതെ പോകുന്നുള്ളൂ. നിങ്ങൾ അമ്മയെ പൂർണ്ണ മനസ്സോടെ ഭക്തിയോടെ നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ അതിന് ശേഷം അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ബലം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്നാലാകുന്ന രീതി വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതേ രീതി പ്രയോജനപ്പെടുത്തുക. ഒരു വഴി ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഏറ്റവും ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന വഴിയാണ്. ഭദ്രകാളിയമ്മ പെട്ടെന്ന് ഈ കുങ്കുമാർച്ചനയ്ക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. സാമ്പത്തികത്തിന് ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ വിവാഹകാര്യത്തിന് മാത്രമല്ല, ശാപദോഷങ്ങൾ മാറാൻ ഏറ്റവും നല്ലതാണ്. ഈ ശാപദോഷങ്ങൾ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും ഫലം ഉണ്ടാകാത്തത്. ഒരു പ്രാർത്ഥന ചെയ്താലും, ഒരു തൊഴിൽ ചെയ്താലും, ഒരു പ്രവൃത്തി ചെയ്താലും ഒക്കെ അത് ഫലം കാണാത്തതിൻ്റെ കാര്യം പലവിധ ശാപദോഷങ്ങൾ കാണും. നമ്മളൊരു മനുഷ്യനാണ്, നമ്മൾ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെ പല പ്രവൃത്തികൾ പലരും വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. മിക്കവാറും എല്ലാ മനുഷ്യനും ഏതെങ്കിലും രീതി ശാപദോഷം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ശാപദോഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരു പ്രാർത്ഥന ചെയ്താലും, ഒരു തൊഴിൽ ചെയ്താലും, ഒരു പ്രവൃത്തി ചെയ്താലും ഒക്കെ ഒരു ഫലം വേണ്ട രീതി കിട്ടാത്തതിൻ്റെ കാര്യം. ഈ കുങ്കുമാർച്ചനയ്ക്ക് ശാപദോഷങ്ങളെ പെട്ടെന്ന് മാറ്റാൻ പറ്റും. സാമ്പത്തികം നൽകാൻ പറ്റും, സാമ്പത്തിക വർധനവ് നൽകുന്നതാണ്. ഏത് കാര്യം ക്ഷിപ്ര സാധിപ്പിക്കുവാനുള്ള ഒരു അനുഗ്രഹം ഈ കുങ്കുമാർച്ചന അമ്മയ്ക്ക് സമർപ്പിച്ചാൽ ഉണ്ടാകുമെന്നുള്ളതാണ് അനുഭവത്തിലൂടെ മനസ്സിലായ കാര്യം. അപ്പോൾ അത് ഇவ்விധം ചെയ്യുക. നിങ്ങളുടെ മനസ്സുകൂടെ അവിടെ സമർപ്പിക്കണം, എങ്കിലേ അത് പ്രയോജനമുള്ളൂ. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ആരും പറഞ്ഞുകൊണ്ടോ ഒന്നും ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ മനസ്സുകൂടെ അവിടെ കൊടുക്കണം അമ്മയുടെ. പിന്നെ അമ്മയുടെ മുന്നേ എപ്പോഴും ദാസനല്ലേ ദാസിയായിട്ട് അപേക്ഷിക്കണം. അങ്ങനെ ഭദ്രകാളിയമ്മയോട് മനസ്സുകൊണ്ട് കരഞ്ഞ് ആവശ്യപ്പെട്ടാൽ അമ്മ എന്തും സാധിച്ചു തരും. എന്തും അവിടെ സംശയം വരരുത്. അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നു. ആ രീതിയിൽ ചെയ്യുക. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ അമ്മമാർ ആഹാരം പാകം ചെയ്യുമ്പോൾ ഞാനീ പറയുന്ന ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കുക. ആ വീട്ടിൽ വലിയ മാറ്റം ഉണ്ടാകും. നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് വലിയ മാറ്റം ഉണ്ടാകും. ഇതൊന്ന് ചെയ്തു നോക്കുക. ഏതായാലും ചെയ്യുന്നതുകൊണ്ട് ഇപ്പം തെറ്റൊന്നുമില്ലല്ലോ, നല്ല കാര്യമല്ലേ. നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് അമ്മമാർ ആഹാരം പാകം ചെയ്യുമ്പോൾ ഓം നമോ നാരായണായ ജപിച്ചുകൊണ്ട് ആഹാരം പാചകം ചെയ്യുക. കൊണ്ട് ഒരു തവണ വീതം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജപിച്ചാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ആഹാരം പാകം ചെയ്യുമ്പോൾ ഓം നമോ നാരായണായ ഇതുപോലെ തന്നെ ജപിക്കണം. നാരായണായ എന്ന് മാത്രം ജപിക്കരുത്, നാരായണ എന്ന് മാത്രം വിളിക്കരുത്. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്. ഓം നമോ നാരായണായ, അതിനകത്ത് ഓംകാരം വേണം. വെറും നാരായണായ എന്ന് വിളിക്കരുത്, നാരായണ എന്നുമല്ല, ഓം നമോ നാരായണായ അങ്ങനെ തന്നെ ജപിക്കണം. അത് കൊണ്ട് ഉച്ചരിക്കണം. ഒരു തവണ വീതം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം. ഇങ്ങനെ ഭക്ഷണം പാചകം ചെയ്യുക. ഇങ്ങനെ ഭക്ഷണം പാചകം ചെയ്യുക. ഭക്ഷണം വിളമ്പുമ്പോഴും ഇത് ചെയ്യുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഓരോ തവണ ഈ മന്ത്രം അവനവനും കേൾക്കാൻ ശബ്ദത്തിൽ ഉച്ചരിക്കുക. ആ വീട്ടിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും. അതുപോലെ രാവിലെ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് അല്പം ചാണകവെള്ളം ഓം നമോ നാരായണായ ജപിച്ചുകൊണ്ട് സർവമംഗളമംഗല്യം ആദ്യം ജപിക്കണം. അതിനുശേഷം ഓം നമോ നാരായണായ ജപിച്ചുകൊണ്ട് തളിക്കുക. വൈകിട്ടും തളിക്കുക. ഇനി ചാണകവെള്ളം പറ്റാത്തടത്ത് സാധാരണ വെള്ളമാണേലും മതി. പക്ഷേ ചാണകവെള്ളത്തിന് അത് വലിയ ഗുണമുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും അതിൻ്റെ അതേ കാര്യം. പറ്റുവാണെങ്കിൽ ചാണകവെള്ളം തന്നെ തളിക്കുക. ഓം സർവമംഗളമംഗല്യം ജപിച്ചിട്ട് വേണം ഓം നമോ നാരായണായും കൂടെ ജപിച്ച് വേണം ചാണകവെള്ളം തളിക്കുക. ഇനി സാധാ വെള്ളമാണേലും അങ്ങനെ തളിക്കുക. ഭക്ഷണം പാചകം ചെയ്യുമ്പോഴേ, ഭക്ഷണം വിളമ്പുമ്പോഴേ ഒക്കെ ഓം നമോ നാരായണായ ഒരു തവണ കൊണ്ട് ഉച്ചരിക്കുക. ഒരു അധികം ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലെ ഓരോ അംഗത്തിനും ഉയർച്ച ഉണ്ടാകും, സ്വഭാവം മാറും, ഉയർച്ച ഉണ്ടാകും, അത്ഭുതകരമായ മാറ്റം. ഇത് അമ്മമാർക്ക് ചെയ്യാം വീട്ടിൽ. കാരണം നിങ്ങൾ ചെയ്തോ അച്ചട്ട ഫലം. ഈ ഓം നമോ നാരായണായ കൊണ്ട് ഒരുപാട് രഹസ്യവിദ്യകളുണ്ട്. നിങ്ങൾ ഈ ഓം നമോ നാരായണായ നിങ്ങളുടെ മക്കളെ ചിന്തിച്ച് ജപിക്കുക. സന്തോഷത്തോടെ ജപിക്കണം. ഉള്ളിൽ നിന്നൊരു സന്തോഷം വരണം. ഭർത്താവിനെ ചിന്തിച്ച് ചെയ്യുക, ഭർത്താവ് ഭാര്യയെ ചിന്തിച്ച് ചെയ്യുക. അത്ഭുതകരമായ അവരെല്ലാം മാറ്റം ഉണ്ടാകും. ആരെ ചിന്തിച്ച് ചെയ്താൽ അവർ പോലും രക്ഷപ്പെടും. അത്ര ശക്തിയുള്ളൊരു മന്ത്രമേ ഓം നമോ നാരായണായ.
അപ്പോൾ നിങ്ങൾ വീട്ടിലെ അമ്മമാർ ആഹാരം പാചകം ചെയ്യുമ്പോഴേ, ആഹാരം വിളമ്പുമ്പോഴേ, പിന്നെ അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരും വെള്ളം കുടിക്കുന്നതിന് മുമ്പേ, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഓം നമോ നാരായണായ ഒരു തവണ ഉച്ചരിക്കുക. അത്ഭുതകരമായ മാറ്റം ജീവിതത്തിലുണ്ടാകും. അത്ഭുതകരമായ മാറ്റമാണ്. നിങ്ങൾ വിളക്ക് കത്തിക്കുമ്പോഴൊക്കെ അതിനു മുമ്പ് ചാണകവെള്ളം തളിക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളം, അല്ലെങ്കിൽ സാധാ വെള്ളം തളിക്കുക. ചാണകവെള്ളമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം സർവ്വമംഗളമംഗല്യം കൂടെ ജപിച്ചിട്ട് വേണം ഓം നമോ നാരായണ ജപിക്കുക. അപ്പോൾ ഇത് ഒരു രഹസ്യവിദ്യയായി പറഞ്ഞു തരുന്നത്. ഈ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ആ ഓം നമോ നാരായണായും കൂടെ ഉച്ചരിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ, ആ ശബ്ദത്തിൻ്റെ, ആ ചൈതന്യത്തിൻ്റെ ഒരു 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 ഇതുകൂടി ഭക്ഷണത്തിലും ഉണ്ടാകും. ആ ഭക്ഷണം കഴിക്കുന്നവർക്കും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വരും. അതുപോലെ ആ ഭക്ഷണം വിളമ്പുമ്പോഴും അങ്ങനെ ചെയ്യുക. ആ ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ ഭഗവാന്റെ കൃപ ഉണ്ടായി വരും. ഭഗവത് നാമത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ പ്രത്യേക ഒരു അനുഗ്രഹമായിട്ട് വരും. അത്ഭുതകരമായ അനുഗ്രഹമായിട്ട് വരും. വാ കൊണ്ട് ഒരു തവണ ഉച്ചരിച്ചാൽ മതി. കണ്ടിന്യൂസ് ആയിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു തവണ വീതം. അത്ഭുതകരമായ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒക്കെ വലിയ വലിയ അനുഗ്രഹങ്ങളുണ്ടാകും. ഒരു ദിവസമോ 2 ദിവസമോ ചെയ്തുകൊണ്ടല്ല, ഇത് നിത്യേന ചെയ്തു പോരുക. മക്കളൊന്നും മോശക്കാരാകത്തില്ല, ഭർത്താവും ഒന്നും വേറെ ഒരു മോശം രീതിയിൽ പോകത്തില്ല, ഭാര്യയും പോകത്തില്ല. നല്ല ഒരു കുടുംബം, നല്ല ഐശ്വര്യങ്ങൾ എല്ലാം ഉണ്ടായി വരും. കാരണം ഈ ഓം നമോ നാരായണായ എന്ന അത്ഭുത മന്ത്രത്തിന് എന്ത് ദോഷങ്ങളെയും മാറ്റാനുള്ള ശക്തി ഉണ്ടെന്ന് അറിയാമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് അറിയണം. അത്ഭുതകരമായ ശക്തിയുണ്ട്. നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് ജപിച്ചാൽ പോലും ആ വ്യക്തിക്ക് പോലും മാറ്റം ഉണ്ടാകും. പക്ഷെ സന്തോഷത്തോടെ ജപിക്കണം. അതാണ് ഉള്ളിൽ നിന്നൊരു സന്തോഷം വരണം. ഓം നമോ നാരായണായ അങ്ങനെ ജപിക്കാവുള്ളൂ. ഉള്ളിൽ നിന്നൊരു സന്തോഷത്തോടു കൂടി ജപിക്കണം. അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാകും. ഞാൻ പറഞ്ഞ് ചെയ്തിടത്തെല്ലാം അത് അനുഭവമായിട്ടുണ്ട്. വിശ്വസിക്കാവുന്നതിന് അപ്പുറത്ത് ആ വീടുകളിലൊക്കെ സന്തോഷം, സമാധാനം, ഐക്യം, സമ്പത്ത് ഒക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഭഗവാന്റെ പാദം തൊട്ടായി പറയുന്നത്. ഇതിനകത്ത് അപ്പുറത്തൊരു കാര്യമില്ല. അതുപോലെ മാറ്റം ഉണ്ടായിരിക്കുന്നത്. ആ വീട്ടിൽ ആരും മോശക്കാരായിട്ട് വരത്തില്ല, ആരും പ്രശ്നക്കാരായിട്ട് വരത്തില്ല. അവരുടെ ജീവിതത്തിൽ നാൾക്ക് നാൾ അഭിവൃദ്ധിയും ഐശ്വര്യവും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി എല്ലാം ഭഗവാന്റെ മഹത്തായ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. കാരണം അന്നപാനാദികൾക്കൊപ്പം ആഹാരം, വെള്ളം ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ഭഗവത് നാമം കൂടെ ജപിക്കുകയാണെങ്കിൽ ആ ചിന്ത, ആ ഭഗവാന്റെ ആ ചിന്തയും കൂടെ, ആ സ്മരണയും കൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് അത് ആഹാരത്തോടൊപ്പം ചെല്ലുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ പരമാണുവിലും ഭഗവാന്റെ ആ ഒരു ചൈതന്യത്തിൻ്റെ, ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടായി വരും. അതൊരു രഹസ്യവിദ്യയാണ്. അതറിയാവുന്നവർക്കറിയാം. പണ്ടുള്ളവരെ കണ്ടിട്ടുണ്ട്, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഓം നമോ നാരായണായ ഭഗവാനെ എന്ന് വിളിച്ചിട്ട് ആഹാരം കഴിക്കുന്നത്. അതുപോലെ വെള്ളം കുടിക്കുന്നതിന് മുമ്പ്, അതുപോലെ പാചകം ചെയ്യുമ്പോഴും ചെയ്യണം അമ്മമാർ. ആ ഭക്ഷണം കഴിക്കുന്നവർക്ക് അതിന് ഗുണമുണ്ടാവും. ഭക്ഷണം വിളമ്പുമ്പോഴും അതുപോലെ ചെയ്യണം. ആ ഭക്ഷണം കഴിക്കുന്നവർക്ക് അതിന് ഗുണമുണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് അവരും മാറും. ഇതൊക്കെ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മളുടെ കുടുംബങ്ങളിൽ ചെയ്യേണ്ട കാര്യമാണ്. ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. ഇതൊക്കെയാണ് ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം എനിക്കൊരാളൊരു മെസ്സേജ് ചെയ്തു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അവർക്ക് ഞാൻ ആ സന്തോഷം പങ്കുവെക്കുന്നതേ ഉള്ളൂ. എൻ്റെ മനസ്സിൻ്റെ സന്തോഷം കൊണ്ട് പങ്കുവെക്കുന്നതാണ്. അവർക്കൊരു വീടില്ലായിരുന്നു. അവർ സാധാരണ ഒരു കുടുംബമാണ്. വളരെ ബുദ്ധിമുട്ട് കേട്ടാൽ വളരെ വിഷമം തോന്നും. അപ്പം ഞാൻ അത് കേട്ടിട്ട് എനിക്ക് വളരെ വിഷമം തോന്നി. അതുപോലെ ബുദ്ധിമുട്ട് കഴിയുന്നവരാണ്. അപ്പോൾ അവർക്ക് ഒരു വീടിന് വേണ്ടി പലതും അപേക്ഷയൊക്കെ കൊടുത്തു, ഒരുപാട് നാളായിട്ടും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം അവരെനിക്ക് എന്തോ മെസ്സേജ് ചെയ്തപ്പം എനിക്കിപ്പോൾ എല്ലാ മെസ്സേജും നോക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് വോയിസ് ഇട്ടാലും എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല, സമയമില്ല. അതുകൊണ്ടാണ്. ഏതായാലും കൊള്ളാം, ഇവരുടെ വോയിസ് എന്തോ എനിക്ക് കേൾക്കണമെന്ന് തോന്നി, ഞാൻ കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ അതിനൊരു റിപ്ലൈ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവർക്കൊരു സന്തോഷ വാർത്ത, ഇവർക്കൊരു വീട് അനുവദിച്ച് കിട്ടി. വലിയൊരു സന്തോഷം. അപ്പോൾ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. ശിവന് കറുത്തപട്ട് സമർപ്പിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ മെസ്സേജ് എടുക്കാൻ തോന്നിയത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനതിന് റിപ്ലൈ കൊടുത്തത്. ഞാനൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് വീട് അനുവദിച്ചു എന്നുള്ള സന്തോഷ വാർത്ത വന്നത്. അവരെ കരഞ്ഞുകൊണ്ട് പറയുകയാണെന്ന്, അവരുടെ ആ നന്ദി ഒക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇത് ഇത്ര വർഷങ്ങളായിട്ട് തടസ്സപ്പെട്ട കാര്യമാണ്. ഈ കാര്യങ്ങൾ ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ നടന്നത്? ഇതൊക്കെയാണ് അറിയേണ്ടത്, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്ത് എല്ലാം നല്ല കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഏതൊരാളുടെ കാര്യത്തിൽ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. നന്മ മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് വലിയ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങളൊരു ഹൈന്ദവ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ ഉറപ്പായിട്ടും ഒരു മാസം ചെയ്തിരിക്കണം. ഒന്ന്,
നിങ്ങൾ പൗർണമി ദിവസം ശിവക്ഷേത്രത്തിൽ വൈകുന്നപാട് പോകണം. പോയി ഭഗവാന് എണ്ണ, കുവളത്തുമാല, അർച്ചന ഇത് സമർപ്പിക്കണം. സമർപ്പിച്ചിട്ട് ഒരു നെയ്വിളക്ക് പ്രത്യേകമായിട്ട് കത്തിച്ച് നടക്കി വെച്ച്, ഭഗവാനെ എനിക്കൊരു ജീവിതമാർഗം നൽകണേ, എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ, എനിക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല, എനിക്ക് സമ്പത്ത് ജീവിക്കാൻ അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും നൽകണേ, എനിക്കൊരു ജീവിതമാർഗം നൽകണേ ഭഗവാനെ എന്ന് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചൊരു നെയ്വിളക്ക് പ്രത്യേകമായിട്ട് വെക്കണം. മറ്റു വഴിപാടിൻ്റെ കൂടെ വെക്കരുത്. പ്രത്യേകമായിട്ട് കരഞ്ഞ് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കി വെച്ച് നോക്കിക്ക് എന്നിട്ട് ദീപാരാധന കാണുക. ഒരൊറ്റ കാര്യം മതി, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. ഞാൻ പറഞ്ഞത് ചെയ്ത എല്ലാ കുടുംബങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഒരു നിവൃത്തിയില്ലാതെ വളരെ ബുദ്ധിമുട്ടിയവർ ഇംഗ്ലണ്ടിൽ പോയതും വിദേശത്ത് പോയതും അല്ലെ പുതിയ ബിസിനസ്സുകളിലേക്ക് വന്നതും അല്ലെ അവർക്ക് പുതിയ ജീവിതമാർഗ്ഗങ്ങൾ നൽകിയും ഒരുപാട് കുടുംബങ്ങൾ വലിയ നിലയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹൈന്ദവ വിശ്വാസിയാണെങ്കിൽ, ഒരു സനാതനധർമ്മത്തെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ പൗർണമി ദിവസം വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ പോയി ഇത് ചെയ്യണം. നിങ്ങൾക്ക് അനുഭവമാകും. ഇതിനപ്പുറത്തൊന്നുമില്ല, അത് അനുഭവിച്ചറിഞ്ഞാൽ മതി. ചെയ്തവർക്കൊക്കെ അനുഭവമായിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? ഇനിയും നിങ്ങൾ കറുത്തവാവിൻ്റെ അന്ന് ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ പോകണം. ഭദ്രകാളി അമ്മയ്ക്ക് കടുംബായുഷം, ചുമന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന, ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കുളമുള്ള ക്ഷേത്രമാണ് മലര് കൊണ്ട് മീനോട്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കണം. അമ്മേ, എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ. ഞങ്ങളുടെ കുടുംബത്തിൽ സർവ്വ അമ്മയുടെ അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം നൽകുമാറാകണേ. എന്നും സമ്പത്തും ഐശ്വര്യവും സമൃദ്ധികളും ആയുരാരോഗ്യ സമൃദ്ധികളും എല്ലാം എന്നെന്നും ഉണ്ടായി വരണേ. എന്നും അമ്മയുടെ കൃപ ഉണ്ടാകണേ. അമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ജീവിതമാർഗം, ഐശ്വര്യം എല്ലാം നൽകുമാറാകണേ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. നിങ്ങളുടെ എത്ര കാലാകാലങ്ങളായിട്ടുള്ള, എത്ര ജന്മാനുജന്മങ്ങളായിട്ടുള്ള നിങ്ങളുടെ പിതൃദോഷങ്ങളെയും കർമ്മദോഷങ്ങളെയും ഒക്കെ ഭദ്രകാളി അമ്മയ്ക്ക് ഞൊടിയിടയെന്ന് വെച്ചാൽ ഇത്ര ഈ സമയം അമ്മയ്ക്ക് മാറ്റാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന വരുന്നത് മനസ്സിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നായിരിക്കണം. നിങ്ങൾ മനസ്സുകൊണ്ട് കരഞ്ഞായിരിക്കണം. അമ്മയെ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. അമ്മയുടെ ദാസനാണല്ലേ ദാസിയാണേ എന്ന് തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ ഇത് വഴിപാട് വെച്ച് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ ചിന്തിച്ചാൽ അത് സംശയമുള്ളതുകൊണ്ടാണ്. ചിന്തിക്കുക, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ മറക്കുക, അപ്പോഴാണ് അത് ഫലം ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു മാസം ഉറപ്പായിട്ടും, ബാക്കി നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം, പക്ഷേ ഈ രണ്ട് കാര്യം ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. പൗർണമി വൈകുന്നപാട് ശിവക്ഷേത്ര ദർശനം, അതുപോലെ ദീപാരാധന തുടങ്ങുക രാവിലെ. പിന്നെ കർത്തവാവിൻ്റെ അന്ന് രാവിലെ ഭദ്രകാളി ദർശനം, ആ വഴിപാടുകൾ. ഒരു ഹൈന്ദവ വിശ്വാസിയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്തിരിക്കണം. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും, നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം. അപ്പോൾ ഇതൊക്കെയാണ് ജീവിതത്തിൽ അറിയേണ്ട കാര്യങ്ങൾ. അതിനെ അറിയുമ്പോഴാണ് ജീവിതം മാറുന്നത്. സ്വയം അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ ആരുടെയും ഒന്നിൻ്റെയും നിങ്ങളെ കാലാകാലങ്ങളായിട്ട് നിങ്ങൾ ആരുടെയും പുറകെ നടന്ന് ഒരുപാട് നാൾ നടന്ന് അലഞ്ഞ് ഒന്നിൻ്റെയും കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങൾക്ക് നേരിട്ട് ഇതൊക്കെ ചെയ്യാം. ഭഗവാനുമായിട്ട് അല്ലെ ഭഗവതിയായിട്ട് അല്ലെ ഭദ്രകാളിയായിട്ട് നേരിട്ട് നിങ്ങൾക്ക് അതിന് വേറെ ഇത്ര അറിഞ്ഞാൽ മതി. നിങ്ങൾക്കതിന് വേറെ ഒരുപാട് കാര്യങ്ങളുടെ ഒന്നും കാര്യമില്ല. അവിടെ ഇവിടെയൊക്കെ നടന്ന് അല്ലെങ്കിൽ അത് ഇതുമൊക്കെ ചെയ്ത് നമ്മളുടെ വർഷങ്ങളും മാസങ്ങളും വെറുതെ കളയാതെ, നിങ്ങൾ ആരെയും വലിയ ആളായിട്ട് കാണണ്ട. ഞാൻ പറയുന്ന എന്നെപ്പോലും നിങ്ങൾ കണ്ടാൽ മിണ്ടണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു തരുന്ന കാര്യം മനസ്സിലാക്കുക. ഭദ്രകാളിയെയും ശിവനെയും മാത്രം നിങ്ങൾ ഏറ്റവും വലിയ ഏറ്റവും നിങ്ങളെ രക്ഷിക്കുന്ന ആ ദേവനല്ലേ ദേവിയായിട്ട് കാണുക. അല്ലാതെ വേറെ ആരെയും നിങ്ങൾ വലിയ ഈ പറഞ്ഞു തരുന്ന എന്നെപ്പോലും നിങ്ങൾ മനസ്സിൽ കാണണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഭദ്രകാളിയെയും ശിവനെയും നിങ്ങൾ വിശ്വസിച്ചാൽ, അവിടെ സമർപ്പിച്ചാൽ, അവിടെയാണ് നിങ്ങൾ സറണ്ടർ ചെയ്യേണ്ടത്. അല്ലാതെ ഞാനാണെങ്കിൽ പോലും എന്നെപ്പോലും നിങ്ങൾ ഒരു ഗുരുവായിട്ടോ ഒന്നും നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല. ഞാൻ ആരുമല്ല. ഈശ്വരൻ തരുന്ന ആ ചില കാര്യങ്ങൾ, നന്മയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരാൾ മാത്രമാണ്. നിങ്ങൾ ആരുടെയും പുറകെ നടന്ന് കാലം കളയരുത്. എൻ്റെന്നല്ല, അത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. ഈശ്വരൻ മാത്രമാണ് വലിയവൻ. ആ ഈശ്വരനെ മാത്രം വിശ്വസിക്കുക. അതാണ് ഏറ്റവും നന്മ ഉണ്ടാകുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് അനശ്വരനായ ഈശ്വരനെ സങ്കല്പിച്ചാൽ പറയുന്നത്.
ബാക്കി നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ ഓരോരുത്തരുടെയും പുറകെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇന്നലെ നാളെ. ആ ഈശ്വരനെ മാത്രം വലിയവനായിട്ട് കാണുക, ഈശ്വരനെ മാത്രം നിങ്ങൾ വണങ്ങുക, ഈശ്വരനെ മാത്രം വിശ്വസിക്കുക. മറ്റാരും നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിന്ന് കൊടുക്കരുത്. ഈ ലോകം ഉണ്ടായപ്പോൾ കാലം തൊട്ട് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആ ഈശ്വരന് നിങ്ങളുടെ മനസ്സിൻ്റെ സമർപ്പണം മതി. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇതുപോലെ ലളിതമായ സമർപ്പണങ്ങൾ ചെയ്യുക. അപ്പോൾ ഈശ്വരനെ മാത്രം വണങ്ങുക, അവനെ വലിയവനായിട്ട് കാണുക, അവന് മഹത്വവും അവന് പ്രാർത്ഥനയും അവന് പ്രണാമവും പറയുക. ഭദ്രകാളിയമ്മയെ, ശിവനെ, സർവേശ്വരനെ ഒക്കെ വണങ്ങുക. അല്ലാതെ മറ്റ് ആരുടെ പുറകെ നടന്നാലും അവരുടെ കർമ്മഫലവും കൂടെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ സത്യസന്ധമായി ഈശ്വരനെ സങ്കല്പിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈശ്വരൻ മാത്രമേ ഉള്ളൂ എല്ലാത്തിനും അതീതൻ. മനുഷ്യനായിട്ട് നിങ്ങളുടെ മുന്നിൽ ജനിച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അവരൊക്കെ നല്ല കാര്യങ്ങൾ എപ്പോഴും സ്വീകരിക്കുക. പക്ഷെ നിങ്ങളെ പോലെ തന്നെയാണ് അവരൊക്കെ. നിങ്ങളെപ്പോലെ തന്നെ കർമ്മബന്ധമുള്ളവരാണ്. അതുകൊണ്ടാണ് മനുഷ്യനായിട്ട് ജനിച്ചത്. നിങ്ങൾ അനശ്വരനായ ഈശ്വരനെ എപ്പോഴും അവന് മാത്രമേ സറണ്ടർ ചെയ്യാവുള്ളൂ. അല്ല, നിങ്ങളെപ്പോലെ കർമ്മബന്ധങ്ങൾക്കുള്ളിൽ പെടുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾ സറണ്ടർ ചെയ്താൽ അവരുടെ കർമ്മദോഷം കൂടെ നിങ്ങളും ചുമക്കേണ്ടി വരും. പലതും പറയും. അതൊക്കെ അവരുടെ അറിവ് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും അവരുടെ അനുഭവം കൊണ്ടും അവരുടെ കാഴ്ചപ്പാട് കൊണ്ടായിരിക്കും. അത് ശരിയോ തെറ്റോ ഒക്കെ അവരുടെ കാര്യങ്ങൾ. പക്ഷേ ഇന്ന് ഈ ലോകം വളരെ ബൃഹത്താണ്. ഈ ലോകത്ത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലതാര് പറഞ്ഞാലും അവരിൽ നിന്ന് നന്മ ഉൾക്കൊള്ളുക. നല്ല ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ആർക്കും നിന്ന് കൊടുക്കരുത്. ഇനിയും നിങ്ങൾ ഈശ്വരനെക്കാട്ടി വലുതായിട്ടൊരു വ്യക്തിയെ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. അതിന് വേറെ ആരെയും കുറ്റമാതിരി കാര്യമില്ല. ഈശ്വരനെ നിങ്ങൾ മറന്നാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരും. അപ്പോൾ ഈശ്വരനാണ് വലിയവൻ. അത് ശിവനായിക്കോട്ടെ, ഭദ്രകാളി ആയിക്കോട്ടെ, സർവേശ്വരനായിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, ഏത് ഈശ്വരനും ആയിക്കോട്ടെ, ഈശ്വരനെ വലിയവനായിട്ട് കാണുക. മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ പറയുന്നതെല്ലാം സ്വീകരിക്കുക. പക്ഷെ അവരുടെ മുന്നിൽ ഒരിക്കലും നിങ്ങൾ അടിയറവ് പറയരുത് മനസ്സുകൊണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഇതെല്ലാം ഞാൻ എൻ്റെ അഭിപ്രായം. ലോകം ഉണ്ടായപ്പം തൊട്ട് നല്ല കാര്യങ്ങളുമുണ്ട്, മോശം കാര്യങ്ങളുമുണ്ട്. പറയാൻ മനസ്സിലാവും. അതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ പൊതുവായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ നന്മയുള്ള കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. അത് ഞാൻ നല്ല ആര് പറഞ്ഞാൽ എനിക്ക് അനുഭവമുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക, നന്മയുടെ വഴിയെ സഞ്ചരിക്കുക, ഈശ്വരനെ അറിയുക. നിങ്ങൾക്ക് നേരിട്ട് ഈശ്വരനെ വിളിക്കാം, നേരിട്ട് ഈശ്വരനോട് സമർപ്പണങ്ങൾ ചെയ്യാം. അവിടെ നിങ്ങളും ഈശ്വരനും ഇടയിൽ വേറെ ആരുടെയും കാര്യമില്ല. നമുക്ക് അറിവുകൾ സ്വീകരിക്കാം, അതിൽ തെറ്റില്ല. നല്ല ആളുകളിൽ നിന്ന് അത് ഫോളോ ചെയ്യാം, അത് ആരും ആയിക്കോട്ടെ, അതിൽ തെറ്റില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നവരുണ്ട്. പക്ഷെ സറണ്ടർ ചെയ്യുന്നത്, നിങ്ങളുടെ മനസ്സ് സറണ്ടർ ചെയ്യുന്നത് ഈശ്വരന് മുന്നിൽ മാത്രമായിരിക്കണം. മനസ്സിലാവുന്നുണ്ട്? അല്ലെങ്കിൽ ഈശ്വര തുല്യരായ അവധൂതന്മാരായിട്ടുള്ള അങ്ങനെയുള്ള മഹാഗുരുക്കന്മാരുടെ മുന്നിലായിരിക്കണം. മനസ്സിലായോ? അവധൂതന്മാരെന്ന് കേട്ടിട്ടുണ്ടോ? അവരെല്ലാം ഈശ്വരനെ സമർപ്പിച്ചവരാണ്. അവർക്ക് യാതൊന്നിൻ്റെ ആവശ്യമില്ല. ഇപ്പം ശിവപ്രഭാകര സിദ്ധിയോഗി, പൂന്തറ തക്കല സ്വാമി, വട്ടിസ്വാമി, അങ്ങനെയുള്ള അവരൊക്കെ ഈ സമാധിയായ ഗുരുക്കന്മാരാണ്. അങ്ങനെയുള്ളവർ ഒക്കെ അവർ ഈശ്വരനായി തീർന്നവരാണ്. അവർ മനുഷ്യൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ ആ ഈശ്വര്യമായ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ സറണ്ടർ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അനശ്വരനായ ഈശ്വരനെ എപ്പോഴും നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഈശ്വരന് മുന്നിൽ നിങ്ങളെ സമർപ്പിക്കുക. പറഞ്ഞ് മനസ്സിലായി? അത് ഈ രണ്ട് കാര്യങ്ങളാണ് ഗുരുവും ഈശ്വരനും. ഗുരു എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഗുരുവാണ്? ഇതുപോലെയുള്ള അവധൂതന്മാരായിട്ടുള്ള മരണത്തിന് അപ്പുറത്ത് നിൽക്കുന്ന സൂക്ഷ്മരൂപത്തിലുള്ള ഗുരുക്കന്മാർ. അതാണ്